നമസ്കാരം. BJP രണ്ടും കൽപ്പിച്ചാണ്. പഞ്ചാബ് പിടിച്ചെടുക്കും. പഞ്ചാബിൽ അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ രാഘവ് ഛദ്ദ എന്ന പഴയ ആം ആദ്മിക്കാരൻ ഇപ്പോൾ BJPക്കാരൻ. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന രാഷ്ട്രീയ സൂചനകളാണ് കടന്നു വരുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പഞ്ചാബിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായ സമയം മുതൽ ഏതാണ്ട് 2 സീറ്റ് മാത്രമേ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയുള്ളൂ. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ വലിയ തിരിച്ചടി BJPക്കുണ്ടായി. മാത്രമല്ല, പഞ്ചാബിൽ വലിയ തോതിലുള്ള സ്വാധീനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല എന്നതും സത്യമാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് പഞ്ചാബ് സ്വന്തമാക്കാൻ BJP ഒരുങ്ങുകയാണ് എന്നാണ് സൂചനകൾ. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. ഇത് അമിത്ഷായുടെ രാഷ്ട്രീയമാണ്. ഇത് എങ്ങനെ സംസ്ഥാനങ്ങളിൽ ഭരണം നേടണം എന്ന അമിത്ഷായുടെ ചില ചിന്തകളുടെ ചില വിലയിരുത്തലുകളുടെയൊക്കെ തന്നെ ഫലമാണ് പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 63-ലധികം ആം ആദ്മി പാർട്ടി MLAമാർ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ BJPയിലേക്ക് ചേരും എന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. രാഘവ് ഛദ്ദ അടക്കം 7-8 MPമാർ, ഹർഭജൻ സിംഗ് അടക്കം BJPയിൽ എത്തിക്കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് 63-ലധികം ആം ആദ്മി പാർട്ടി MLAമാർ BJPയിലേക്ക് വരുന്നു. ഇനി കോഴ കൊടുത്തിട്ടാണെന്നോ ചാക്കിനകത്ത് പണം കെട്ടിയിട്ടാണെന്നോ ഒക്കെ തന്നെ പറയുമായിരിക്കും കോൺഗ്രസും ആം ആദ്മിയും ഒക്കെ തന്നെ. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ രാഷ്ട്രീയ വിജയമാണ് പ്രധാനം. ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് ഒരിക്കലും പഞ്ചാബിലെന്നല്ല ഒരിടത്തും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. മറ്റൊരു കാര്യം, അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി മാത്രമാകും ഇനി പാർട്ടി. അല്ലെങ്കിലും രാഘവ് ഛദ്ദയെ എങ്ങനെ ഒതുക്കാം, തന്നേക്കാൾ വളർന്നു വരുന്ന ശിഷ്യനെ എങ്ങനെ ഒതുക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ആലോചനകളും നീക്കങ്ങളും ഒക്കെ തന്നെ. അതിനെയൊക്കെ തന്നെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് BJPയുടെ ഈ വൻ പടയൊരുക്കം, അല്ലെങ്കിൽ അമിത്ഷായുടെ ഈ വൻ പടയൊരുക്കം ആം ആദ്മി പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം പഞ്ചാബും BJPയുടെ വരുതിയിലാകും. BJP തന്നെ ഭരിക്കും. അതിനുള്ള എല്ലാവിധ നീക്കങ്ങളുമായിട്ട് അമിത്ഷാ രംഗത്തെത്തിയിട്ട് നാളുകൾ ഏറെയായി. അതിനൊക്കെ തന്നെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇനി വെറും ഒരു പാർട്ടി മാത്രമായി, അല്ലെങ്കിൽ ഒരു അരവിന്ദ് കെജ്രിവാൾ മാത്രമായി ചുരുങ്ങാനുള്ള എല്ലാ സാധ്യതകളുമാണ് BJP ഇവിടെ തുറന്നിടുന്നത്. അത് സമ്പൂർണ്ണമായി തന്നെ വിജയിക്കും എന്ന കാര്യത്തിൽ അമിത്ഷായ്ക്കും സംശയമില്ല, BJP പ്രവർത്തകർക്കും സംശയമില്ല, പഞ്ചാബിലെ ജനങ്ങൾക്കും സംശയമൊന്നുമില്ല. അപ്പോൾ രാഘവ് ഛദ്ദ ഇനി അടുത്ത പഞ്ചാബ് മുഖ്യമന്ത്രി. അതും അമിത്ഷായുടെ BJPയുടെ പുതിയ കളികൾ, അല്ലെങ്കിൽ പഴയ കളികളുടെ പുതിയ ഒരു ആവർത്തനം മാത്രം.